പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാഡ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ. കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന ദേശത്തുകൂടി സഞ്ചരിക്കുമ്പോൾ പാതയോരത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ കാഴ്ചയെ അവഗണിക്കാൻ കണ്ണില്ലാത്തവർക്ക് മാത്രമേ കഴിയൂ. എന്നാൽ കാഴ്ചയില്ലാത്തവരുടെ പോലും തെളിവാർന്ന ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന പുന്നപ്ര രക്തസാക്ഷി കുടീരം. ആയിരത്തി 1946 പുന്നപ്ര വയലാർ വെടിവെപ്പിൽ പുന്നപ്ര, അമ്പലപ്പുഴ, കഞ്ഞിക്കുഴി, മുഹമ്മ തുടങ്ങിയ പ്രദേശങ്ങളിലെ നിരവധി സഖാക്കൾ രക്തസാക്ഷികളായി. ഈ ബലികുടീരങ്ങൾ ഉയർന്നു നിൽക്കുന്ന വിപ്ലവ ഭൂമിയിൽ കുടിയിരിക്കുന്നത് വ്യവസ്ഥിതിയോട് നിർഭയം പോരാടിയ ധീരരക്തസാക്ഷികളുടെ ഓർമ്മകളുടെ ഇരിപ്പിടങ്ങളാണ്. ബഹുഭൂരിപക്ഷം വരുന്ന കയർ കൈത്തറി മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചിരുന്ന അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ 1940 കാലഘട്ടങ്ങളിൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിരുന്നു സാധാരണക്കാർ കഴിഞ്ഞിരുന്നത്. തൊഴിലിന് കൂലി നൽകാൻ കൂട്ടാക്കാതെയും കൂലി ചോദിക്കുന്നവരെ അടിച്ചൊതുക്കിയും അതിനായി നിയമങ്ങൾ നിർമ്മിച്ചും മുലക്കരം പോലുള്ള പ്രാകൃത സമ്പ്രദായങ്ങൾ അടിച്ചേൽപ്പിച്ചും ബ്രിട്ടീഷ് ഭരണാധികാരികളും അവരുടെ പിണിയാളുകളും തൊഴിലാളികളെ ഒന്നടങ്കം ചൂഷണവും മർദ്ദനവും കൊണ്ട് നിയന്ത്രിച്ചിരുന്നപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നവനാണ് മണ്ണിൻ്റെയും നാടിൻ്റെയും നേരവകാശികളെന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സുസംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി അധികാരവർഗത്തെ തുരത്തുവാൻ പോരാട്ടമല്ലാതെ വേറെ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പോലെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന അടയ്ക്കാമരമെന്ന വൃക്ഷത്തിൻ്റെ
തായ്തടി കീറിയെടുത്ത് വാരിക്കുന്തമെന്ന ആയുധവും പേറി നിറത്തോക്കിന് മുന്നിലേക്ക് ഇംഗിലാ സിന്ദാബാദ് ഏറ്റുവിളിച്ച് നടന്നെടുത്ത സഖാക്കളുടെ ഹൃദയത്തുടിപ്പുകൾ ഇന്നുമെന്നും പുന്നപ്രയുടെ ആലപ്പുഴയുടെ ജീവതാളത്തിനൊപ്പം നിലനിൽക്കും. തിരിച്ചുവരാത്ത ആ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അന്ന് പട്ടാളത്തോട് ഏറ്റുമുട്ടിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സഖാവ് KV തങ്കപ്പൻ. പ്രായപൂർത്തിയോട്ടവകാശം എല്ലാവർക്കും ഇല്ല. അതുപോലെയുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് പുന്നപ്രകലാസമരം. തൊഴിലാളികൾക്ക് ന്യായമായ കൂലി, ബോണസ്, അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങൾ ന്യായവിലക്കിട്ട് തുടങ്ങിയ പ്രായപൂർത്തിയോട്ടവകാശം, പ്രധാനമായും അതാണ് പ്രായപൂർത്തിയോട്ടവകാശം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പുന്നപ്രകലാസമരം നടത്താൻ തീരുമാനിച്ചത്. അത് അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിലെ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ആ സമരത്തിന് ആഹ്വാനം നൽകിയത്. അത് ഒരു ആയുധമെടുത്ത സമരമെന്ന് പറയാം. അരിക്കുന്തവും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് ആ സമരത്തെ നേരിട്ടത്. പോലീസും അതുപോലെയുള്ള മറ്റ് ആളുകളുമൊക്കെ അടിച്ചമർത്താനുള്ള പരിശ്രമത്തെ നേരിട്ടുകൊണ്ട് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അങ്ങനെ പിന്നെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിലെ തൊഴിലാളികളാകെ പണിമുടക്കി ഈ സമരത്തിൻ്റെ ഇതിൽ അണിനിരന്നുകൊണ്ട് ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രായപൂർത്തിയോട്ടവകാശം, അതുപോലെ തൊഴിലിന് ബോണസ്, തൊഴിൽ എടുക്കുന്ന ന്യായമായ കൂലി, മിനിമം 4% ബോണസ്, അതായിരുന്നു നമുക്ക് ഡിമാൻഡ്. ആ ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. അത് അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിലെ മുഴുവൻ കയർ ഫാക്ടറി തൊഴിലാളികളും മറ്റ് ജനവിഭാഗങ്ങളും ആ സമരത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയുണ്ടായി. വെടിവയ്പ്പ് വന്നത് ആ സമരം അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിൽ ഇതുണ്ടായി. അങ്ങനെ വെടിവെപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം പട്ടാളത്തിൻ്റെ മാർച്ച്, അവരുടെ യാത്ര മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിൽ സ്വീകരിച്ചു. അത് ആലപ്പുഴയിൽ നിന്ന് ചേർത്തല അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, വയലാറ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന നടപടിക്ക് എല്ലാം എതിരായി പാലം എല്ലാം തന്നെ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. മാരാരിക്കുളത്ത് പാലം തകർത്തു. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം അവർ വന്ന് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ കൂടുതൽ പട്ടാളത്തിൻ്റെ സജ്ജീകരണങ്ങളോടുകൂടി വന്നിട്ടാണ് അത് കടന്നു പോകാനുള്ള പരിശ്രമം. അതിന് നേരിട്ടപ്പോഴാണ് തടഞ്ഞ അവസരത്താണ് വെടിവയ്പ്പുണ്ടായത്. അങ്ങനെ പോലീസുമായിട്ട് ഏറ്റുമുട്ടി. അത് വാരിക്കുമ്പോൾ അതുപോലുള്ള മറ്റ് ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പോലീസുമായിട്ട് നേരിടേണ്ടി വന്നു. അങ്ങനെ വെടിവയ്പ്പും ലാത്തിച്ചാർജൊക്കെ ഭയങ്കരമായി കാണും. അങ്ങനെയാണ് അവർ വയലാറിലേക്ക് പോയത്. മാരാരിക്കുളത്തുനിന്ന് വയലാറിലേക്ക് പോയി. വയലാറിൽ സമരം ശക്തമായി നേരിടാൻ കഴിഞ്ഞു. വയലാറിൽ പട്ടാളവുമായി ബന്ധിച്ച നിലയിലുള്ള പോരാട്ടം പറഞ്ഞു.
അങ്ങനെ ആണ് ഭയങ്കരമായ വെടിവയ്പ്പും ആ വെടിവയ്പ്പിൻ്റെ ഫലമായി പല സഖാക്കൾ മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം വയനാട്ടിലുണ്ടായി. പുന്നപ്രയിലെ ഈ ബലികുടീരത്തിൽ രക്തസാക്ഷികൾക്കൊപ്പം അന്തിയുറങ്ങുന്ന ജനനേതാക്കളും നിരവധിയാണ്. ടി വി തോമസ് തുടങ്ങിയ വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മരണകുടീരവും ഇവിടെ നമുക്ക് കാണാം. ഉറച്ച മുഷ്ടി കൊണ്ടു നമ്മൾ പഴമയോടു പൊരുതിടാം. പോയവർ പലരും ആഗ്രഹിച്ചതുപോലെ ജീവിച്ചിരിക്കുന്ന പല നേതാക്കളുടെയും ആഗ്രഹവും അന്ത്യവിശ്രമം ഇവിടം ആകണമെന്നതാണ്. അതെ, അധികാരിവർഗത്തെ വിറപ്പിച്ച് കാലത്തിന് മുന്നേ നടന്നുപോയവരുടെ ഒപ്പം അന്ത്യവിശ്രമം കൊള്ളുകയെന്നത് ഒരു ജീവിത പുണ്യം തന്നെ. കാലമെത്ര കഴിഞ്ഞാലും വിപ്ലവകാരികൾ മരിക്കുന്നില്ല. കാരണം അവർ ജീവിക്കുന്നു നമ്മളിലൂടെ. ആയിരത്തി 1946 ഒക്ടോബർ 26 പുന്നപ്രയിലും വയലാറിലുമെല്ലാം തോക്കുകൾ വെടിയുതിർത്തപ്പോൾ ഞെട്ടിയത് തൊഴിലാളി വർഗമല്ല, അധികാരിവർഗമായിരുന്നു. സംഘടിത ശക്തിയുടെ ഗർജനം കേട്ട് അവർ ഞെട്ടി ഉണർന്നത് വിപ്ലവത്തിന്റെ പുതിയ പ്രഭാതങ്ങളിലേക്കായിരുന്നു. ജനാധിപത്യ ശക്തിയെ തുരത്തി ദുരിതമേറ്റുവാൻ പുന്നപ്ര, വയലാർ, കണ്ണൂർ, കരിവെള്ളൂർ, ഒഞ്ചിയം, തലശ്ശേരി, മൊഴാറ തുടങ്ങിയവിടങ്ങളിൽ മുഴങ്ങിയ യന്ത്രത്തോക്കുകളുടെ ശബ്ദങ്ങൾക്കുമപ്പുറം മുദ്രാവാക്യങ്ങളെ ഉയർത്തിയ കേരള മണ്ണ് അനവധി നിരവധികളായ പോരാട്ട സമരങ്ങൾക്കൊടുവിൽ 1957 കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ അത് ചരിത്രമായി മാറി. ആ ചരിത്ര സ്മാരകങ്ങളുടെ ആധാരശിലകളിൽ ഏറ്റവും ഔന്നത്യം പേറുന്ന ഒന്നാണ് പുന്നപ്ര രക്തസാക്ഷി മണ്ഡപം. ആദ്യകാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് നടത്തി, പിന്നീട് CPIയും CPMും വെവ്വേറെയായിട്ട് അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ചേർത്തല താലൂക്കിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഈ പുന്നപ്ര വയലാർ സമരം കരിദിനമായി ആചരിച്ചുകൊണ്ട് സമരത്തിനെതിരായി പ്രചാരണം സംഘടിപ്പിക്കുകയുണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് അവരുടെ ആ പ്രചരണ പരിപാടി അവസാനിക്കുകയുണ്ടായി. പിന്നീട് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജിച്ചാണ് ഈ സമരത്തിൻ്റെ വാർഷികം ചേർത്തല താലൂക്കിലെമ്പാടും ആചരിച്ചു വരുന്നത്. ഒക്ടോബർ 20 ആരംഭിച്ച് 27 ഈ അനുസ്മരണ പരിപാടികൾ ചേർത്തലയിൽ അവസാനിക്കുകയാണിപ്പോൾ ചെയ്യുന്നത്. ഒക്ടോബർ 20 മേനാശ്ശേരിയിൽ നിന്ന് പതാക ജാഥ പുറപ്പെടും. അത് 21 വയലാറിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ വയലാറിൽ പതാക ഉയർത്തും. പിന്നീട് ചേർത്തല താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കും. 27 വയലാറിൽ സമാപന സമ്മേളനം. ഈ നിലയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി
ഈ അനുസ്മരണ പരിപാടികൾ നടന്നു വരുന്നത്. ഈ അനുസ്മരണ പരിപാടികൾ കുറേ കൂടെ വിപുലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് 2 ദിവസമായി, സമാപന പരിപാടികൾ 2 ദിവസമായിട്ട് വിപുലമായി ആചരിക്കുകയുണ്ടായി. വയലാറിൽ ആദ്യത്തെ ഒരു ദിവസം കലാപരിപാടികളും അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. 27-ന് രാഷ്ട്രീയ സമാപന സമ്മേളനം നടത്തുകയുണ്ടായി. അനശ്വരനായ കവി വയലാർ രാമവർമ്മ അന്തരിച്ചതിന് ശേഷം വയലാറിലെ ഈ അനുസ്മരണ സമ്മേളനത്തോടൊപ്പം വയലാർ അനുസ്മരണ സമ്മേളനവും ഇപ്പം സംഘടിപ്പിക്കാറുണ്ട്. ഉച്ചകഴിഞ്ഞ് 27 ഒക്ടോബർ 27-ന് സാധാരണ 2 മണിക്ക് വയലാർ അനുസ്മരണ സമ്മേളനം നടക്കും. 6 മണിക്ക് അത് അവസാനിക്കുകയും 6 മണിക്ക് രാഷ്ട്രീയ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. ഈ തരത്തിലാണ് പരിപാടികൾ നടന്നു വരുന്നത്. വാസ്തവത്തിൽ ഈ ഒക്ടോബർ 20 മുതൽ 27 വരെ ഒരാഴ്ചക്കാലം ചേർത്തല താലൂക്കിൽ വലിയ ഈ ആചരണ പരിപാടികളാണ് നടന്നു വരുന്നത്. 27-ാം തീയതി വയലാറിലേക്ക് ഒരു മഹാപ്രവാഹം തന്നെയാണ് സാധാരണ കാണാറുള്ളത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ വയലാറിലേക്ക് വരാറുണ്ട്. രാവിലെ മുതൽ തന്നെ അനശ്വരരായ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. വൈകുന്നേരം സമ്മേളനത്തിലും കൂടെ പങ്കെടുത്തിട്ടാണ് മിക്കവരും മടങ്ങുന്നത്. ആ തരത്തിൽ വിപുലമായുള്ള പരിപാടികളാണ് ഈ രക്തസാക്ഷി അനുസ്മരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ വയലാറിൽ മാത്രമല്ല, മാരാരിക്കുളത്ത് ഈ പുന്നപ്പറ വയലാർ മാരാരിക്കുളം രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് 26-ാം തീയതി വലിയ സമ്മേളനം നടക്കാറുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴയിൽ വലിയ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. വയലാറിൽ 27-ൻ്റെ സമാപന ദിവസം ആലപ്പുഴ വലിയ ചുടുകാടിൽ നിന്ന് ദീപശിഖ കൊളുത്തി അത്ലറ്റുകൾ അത് വയലാറിൽ കൊണ്ടുവന്നാണ് സ്ഥാപിക്കുക. മിക്കവാറും ആ ചടങ്ങ് നടക്കുക നമ്മുടെ പുന്നപ്പറ വയലാർ സമരസേനാനി കൂടിയായിട്ടുള്ള VS ആണ് ആ ദീപശിഖ അവിടെ നിന്ന് കൈമാറുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പുന്നപ്പറ വയലാർ സമരസേനാനി പ്രമുഖനായ സഖാവ് PKC ആണ് 21-ന് ഒക്ടോബർ 21-ന് വയലാറിൽ പതാക ഉയർത്തുന്നത്. 27-ൻ്റെ സമാപന സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖരായ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പങ്കെടുത്തു വരികയാണ്. VS പങ്കെടുക്കാറുണ്ട്. പിണറായി വിജയൻ സ്ഥിരമായ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട്. അന്തരിച്ച CK ചന്ദ്രപ്പൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മരിക്കുന്നതുവരെയും സ്ഥിരമായി ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പ്രമുഖരായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട്. പല ഘട്ടങ്ങളിലും അഖിലേന്ത്യാ നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാറുന്ന ക്ഷണനേരം കൊണ്ട് എല്ലാം മാറിമറിയുന്ന ഈ കാലഘട്ടത്തിൽ കറുത്ത ശക്തികളുമായി കൈകോർക്കാൻ ഇടതു വലത് ഭേദമില്ലാതെ രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ അരുത് എന്ന് പറയാൻ ഇനിയും വിപ്ലവകാരികൾ ഈ മണ്ണിൽ ജനിക്കുമോ? നമുക്ക് കാത്തിരിക്കാം അവരുടെ പദസ്വനത്തിനായി. കേരളത്തിന്റെ രോമാഞ്ചങ്ങൾ. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാഡ് ഗ്ലോബൽ ഫർണിച്ചർ.
NH കോട്ടക്കൽ. കേരളത്തിലുടനീളം ഷോറൂമുകൾ.